Why didn't I know from the very start? Oh, you left me here just to fall apart. നല്ല അടിപൊളി പാൽച്ചായ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മലയാളികൾക്ക് അല്ലെ പാൽച്ചായ ഇല്ലാത്തൊരു പരിപാടി ഇല്ല, ചായ കുടിക്കാത്തൊരു പരിപാടി ഇല്ല രാവിലെ. കുട്ടീസുകളുടെ പാലാണ് പനങ്കൽക്കണ്ടിട്ടാണ് ചെയ്യണത്. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് കഫക്കെട്ട് വരും. പനങ്കൽക്കട്ടാണ് നല്ല പിള്ളേർ. കുറച്ച് മഞ്ഞളും കൂടി ഇടണം പാലില്. ഒരു നുള്ളു മഞ്ഞൾ മതി. കുട്ടികൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്. പിള്ളേർക്ക് കഫക്കെട്ട് ഉണ്ടാവില്ല. വെറുതെ ഡോക്ടർമാർക്ക് ഫീസ് കൊടുക്കേണ്ടത്. പനങ്കൽക്കണ്ട ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച ഓഫ് ചെയ്യാം. ചായ റെഡി. ചായ കുടിച്ചാലേ രാവിലെ ഒന്ന് ഒരു ഉന്മേഷം വരുള്ളൂ. കുട്ടി ഉറങ്ങാനാണ്, എഴുന്നേറ്റിട്ടില്ല. മമ്മി ഇവിടെ എഴുന്നേറ്റിട്ടുണ്ട്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോടെ ഇരിക്കലാണ്. ഹായ് പറഞ്ഞേ. ഹായ്. രാവിലെ ഇന്ന് കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടി മാങ്ങ വാട്ടനാണ്. ഇങ്ങനെ എണ്ണയിൽ വാട്ടിയിട്ടാണ് കടുമാങ്ങ അച്ചാർ ഇടുന്നത്. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇങ്ങനെ മാങ്ങ വാടിക്ക് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇതങ്ങനെ കോരി ഇവിടെ വെക്കും. കണ്ട കോരി ഇവിടെ വെക്കും. എണ്ണയ്ക്ക് വാണ്ട് കഴിയുമ്പോൾ അപ്പം പാത്രത്തിലേക്ക് ഇടും. അപ്പം നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് വാടിയ മാങ്ങ ഇതെല്ലാം വാടിക്കഴിയുമ്പോൾ നമുക്ക് മസാല രാവിലെ നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു ഉച്ചയാകുമ്പോഴേക്കിന് പണികളൊക്കെ തോന്നും. ബാക്കിയുള്ളതൊക്കെ വലിയ കാണിക്കാം. രാവിലെ ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കും. പുട്ടുണ്ടാക്കണേക്കാൾ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാനാണ് ഇഷ്ടം. കാരണം പെട്ടെന്ന് കഴിയും ചപ്പാത്തി ആവുമ്പോ. ഇയാള് ചപ്പാത്തി ഉണ്ടാക്കും, ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കും. അങ്ങനെ ഒരു മത്സരം രാവിലെയാണ്. കാരണം അമ്മാനെ സഹായിച്ചോണ്ടിരിക്കാനാണ്. നമ്മുടെ പരിപ്പേറി ഇവിടെ റെഡിയായി. ഇവിടെ ചപ്പാത്തിക്ക് പരിപ്പാണ് കൂടുതൽ ഇഷ്ടം. അതെ, എനിക്ക് മുട്ടക്കറി. അപ്പോൾ ഇത് എരിവില്ലാത്ത മാറ്റിയേക്കണ കറി. ഞങ്ങൾ കുട്ടികളുണ്ട് ഇവിടെ. ഒന്ന് മമ്മി, 2 കുട്ടികളുണ്ട് ഇവിടെ. ഒന്ന് മമ്മിക്കുട്ടിക്ക്, ഒന്ന് ഡാനിക്കുട്ടിക്കും ഡാരിക്കുട്ടനും. എന്താണ് എരിവില്ലാത്തത്? എരിവില്ലാത്ത പരിപ്പ് ഉള്ളി താളിച്ചത് ഞാൻ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യണേನು. നല്ല രുചി. സത്യം പറഞ്ഞാല് ചിലപ്പോ എരിവില്ലാത്ത പരിപ്പ് കൂട്ടുമ്പോ നല്ല ടേസ്റ്റ് തോന്നും. നല്ല കട്ടയില്ലേ, കട്ടയിട്ട് ചപ്പാത്തി കിട്ടുമ്പില്ലേ അടിപൊളി ഫ്ലേവർ ആണ് കേട്ടാ. ഈ പരിപ്പ് ഇപ്പൊ വെള്ളം പോലെ അല്ലേ, കുറച്ച് വെച്ചിട്ട് കട്ടിയാവും. അപ്പൊ നല്ല ടേസ്റ്റ് ചപ്പാത്തിന്റെ വായിൽ വെള്ളം വരും. ചപ്പാത്തി മറിച്ചിട്ടു. അപ്പോൾ പപ്പ അച്ചാർ കോർന്നു. അച്ചാറുകാരൻ മാങ്ങ വാട്ടിയത് കോരണം. അതെ, മാങ്ങ വാട്ടി. ഇത് അവിടെ 2 ചെമ്പൊക്കെ ഇരിക്കുന്നുണ്ട്. അതിന്
ഡന ഓൺലൈൻ ക്ലാസ്സിലാണ്. എന്താ സബ്ജക്റ്റ്? മ്യൂസിക് ക്ലാസ്, മിനി മാം. ഓക്കെ. കുത്തരി അരിയാണ് ഞങ്ങൾ ഇടുന്നത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കുത്തരി അരിയാണ്. അപ്പം ഞാൻ നമ്മുടെ പുതിയ കറ്റാർ വാഴ വെച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പം അവിടെ ഒരു എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ആൻറ്റിയുടെ വീടിൻ്റെ അടുത്തേ അപ്പുറത്തെ വീട്ടിൽ നിന്ന് അവർ തന്നതാണ് കേട്ടോ. അപ്പുറത്ത് ഇത്ത തന്നതാണ്. നല്ല വലിയ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഈ ഒരു ആഞ്ഞു പിടിച്ച ബക്കറ്റ് ഒന്ന് പൊട്ടിപ്പോയി. നോ പ്രോബ്ലം. പഴയ ബക്കറ്റല്ലേ. പുതിയതായിട്ട് ഇപ്പോൾ ഒന്നും ഞാൻ നട്ടൊന്നും പിടിപ്പിക്കണമെന്നില്ല. കാരണം തക്കാളി, പുതിന അത്യാവശ്യം അടുക്കളയിലോട്ട് വേണ്ട സാധനങ്ങൾ മാത്രം. കാരണം ഇത് ശ്രദ്ധിക്കാനൊക്കെ ഇപ്പോൾ സ്കിറ്റൊക്കെ എടുക്കണോണ്ടേ പറ്റണില്ല. അപ്പം എല്ലാം കൂടി നടക്കണില്ല. അപ്പം ഞാൻ വിചാരിച്ച് അത്യാവശ്യം നമുക്ക് കിച്ചണിലോട്ട് ആവശ്യമുള്ള ചേനയില്ലാട്ടാ. ചേനക്ക് ഒരുപാട് സ്ഥലം വേണം. ചേമ്പുണ്ട്. ചേമ്പ് കണ്ട. ചേമ്പ് ഇത് എടുക്കാറായിട്ടുണ്ട് കേട്ടോ. അതിനകത്തുനിന്ന് ചേമ്പുണ്ട്, പിന്നെ പുതിന ഉണ്ട്, നമ്മുടെ കയ്യുണ്ണി ഉണ്ട്, പിന്നെന്താണ് നമ്മുടെ പൈനാപ്പിൾ ഒന്ന് കാണിച്ചിട്ടുണ്ട്. പച്ചമുളക് കണ്ടത് ഇത് എന്താ പച്ചമുളക് ഒന്നൊക്കെ കണ്ട. എന്താ പച്ചമുളക്. 1-2 സുഹൃത്തുക്കൾ വീഡിയോയിൽ ചെടിയൊന്നും കാണിക്കണില്ലല്ലോ ഇപ്പോൾ എന്നൊക്കെ പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ കയ്യുണ്ണിയാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഇത് നമ്മുടെ ചീരയാണ്. അപ്പം നമുക്ക് ഒരു 2 ദിവസത്തുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വളർന്നു തന്നെയുണ്ട്. നമുക്ക് കറി വെക്കാനുള്ള ചീര അത്യാവശ്യം കിട്ടും ഇതിന്ന്. ചുമപ്പ് ചീരയുണ്ട്. തോട്ടം അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇത്തിരി നമ്മളെ അടുക്കളത്തോട്ടം ഇത്തിരി അടുക്കളയിലോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടും. പൈനാപ്പിൾ ഇപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. തക്കാളി ഇപ്പൊ പൂവൊക്കെ ഇട്ട് വന്നുണ്ട് പുതിയതായിട്ട്. എനിക്ക് സുഖമില്ലാണ്ട് കുറെ ദിവസം വെള്ളം ഒഴിക്കാണ്ടൊക്കെ കുറെയൊക്കെ തക്കാളിയൊക്കെ നശിച്ചു. വീണ്ടും വന്നുണ്ട്. ഇത് കൂർക്കയാണ്. ഇത് കൂർക്ക എനിക്ക് കിട്ടിയട്ടാ. ഇപ്പൊ 2ാമത് ഞാൻ നട്ടു കൊടുത്തതാണ്. തക്കാളി ക്ലീനിങ്ങിന്റെ പരിപാടിയിലാണ്. ഉണക്കലേക്ക് ഒന്ന് പറിച്ചു കളഞ്ഞു കൊടുക്കണം. അപ്പോൾ നല്ല ഫ്രഷ് വരുള്ളൂ. ഉണക്കലൊക്കെ പറിച്ചു കളഞ്ഞത് തടത്തി തന്നെ ഇട്ട് കൊടുക്കുന്നല്ലേ. അവിടെ തന്നെ ഇട്ട് കൊടുത്താൽ അവിടെ കിടന്ന് ഉണങ്ങി അതിന് വളമായിക്കോളും. അങ്ങനെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ഒരു ചെറിയ വ്ളോഗാണ്. തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നല്ലതാണ് അടുക്കളയിലോട്ട്. തക്കാളിക്കൊക്കെ വില കൂടിക്കണം. അയ്യോ ഇതിനകത്തൊക്കെ കൈയുണ്ണി പിടിച്ചോണ്ട് അതിന്റെ വിത്ത് പാറി വന്നിട്ട് എല്ലാ ചട്ടിയിലും പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറെ ദിവസങ്ങളായി നമ്മൾ സ്കിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറെ ദിവസം അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇടാന്ന് വെച്ച് ഈ വ്ളോഗ് വരുന്നതാണ്. അപ്പൊ വ്ളോഗ് ഇഷ്ടമുള്ള നമ്മുടെ കൂട്ടുകാരുണ്ട്. അതുകൊണ്ടാണ് വ്ളോഗ് നിർത്താതിരുന്നത്. അപ്പൊ എന്തായാലും സ്കിറ്റ് ഇടുന്ന ചാനലിന് ഇപ്പൊ ഉടനെ ഇടാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്തായാലും ദിയ ഡാനി ലൈഫ് സ്റ്റൈലില് ഇനി മുതൽ ഇടക്കിടക്ക് വ്ളോഗ് ഉണ്ടാവും. ഹെയർ ചെയ്തിട്ടില്ല. ഹെയർ ചെയ്യുമ്പോ ഇപ്പൊ തണുപ്പൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ജലദോഷം തലവേദനയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മാറിയിട്ട് ഹെയറിന് ചെയ്യുള്ളൂ. അപ്പൊ ചെയ്യാൻ നേരം നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെറിയ വ്ളോഗ്, ചെറിയ വിശേഷങ്ങൾ. ഇന്നത്തെ ഞങ്ങളൊരു ചെറിയ ദിവസമാണ് നിങ്ങൾ കാണിക്കുന്നത്. അതിന്റെ പാറി വന്നിട്ടേ അതില് നന്നായിട്ട് തന്നെയുണ്ട് കയ്യുണ്ണി. ഇതിനിടയ്ക്ക് കുറച്ച് കൂർക്കയൊക്കെ കിട്ടിയായിരുന്നു. അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ഈ പച്ചച്ചാള കിട്ടിയിട്ടുണ്ട്. നല്ല തിളങ്ങുന്ന ചാളയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് തേങ്ങ അരച്ച് വെക്കാം. അപ്പൊ ഞാൻ വെച്ച് വഴുതനങ്ങ നമുക്ക് ഉള്ളിമുളകിടാം. ഉള്ളിമുളകിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് ചെയ്യാൻ ഇത്തിരി ഇഷ്ടം കുറവാണ്. ഇപ്പൊ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഡാൻസ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങി. നമുക്ക് തേങ്ങ അരക്കാം. തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്തിനാണ് മീൻകറിക്കുള്ള അരപ്പ് റെഡിയാക്കാം. ഇന്നപ്പ ഒരു ഉഷാറില്ലാത്ത ദിവസം ഉണ്ടാ. എല്ലാവർക്കും ഇപ്പൊ തണുപ്പിന്റെ മഞ്ഞിന്റെ ഒക്കെ കോൾഡും തലവേദനയൊക്കെ ഉണ്ട്. എല്ലാവർക്കും രാവിലെ മുതൽ കൊരയില്ലാട്ടെ. എനിക്ക് കുട്ടികൾക്കുണ്ട്. എനിക്ക് കൊരയൊന്നുമില്ല. പക്ഷെ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത തലക്കൊക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ അടിപൊളി ചാളക്കറി. അപ്പൊ അതുകൊണ്ട് രാവിലെ ഗുഡ് മോർണിംഗ് പറയാനും ചായ കുടിക്കാനൊന്നും ഞാൻ വന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങളുടെ തന്നെ വിഷയം എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഈ കറികളൊക്കെ റെഡി ആയിട്ട് നാളെ കാണിച്ചു തരാം. പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് ട്യൂഷൻ പോകണ്ടല്ലേ. ഇതിനൊക്കെ ഇപ്പൊ അതുകൊണ്ട് പഠിക്കാണ്ടത് കളിക്കാൻ സമയമില്ല.
ഇതെന്നെ പഠിച്ചോളൂ, ഇതെന്നെ ട്യൂഷനാക്കി, അടി കിട്ടുന്ന പേടിയുള്ളതുകൊണ്ട് പഠിച്ചോളൂ. കുറച്ച് ഡാരുവിന്റെ കുറുമുണ്ട്. ഡാരുടെ കാർട്ടൂൺ കണ്ടെടുക്കാണ് സുന്ദരക്കുട്ടൻ. ഇപ്പുറം വന്നിടുന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്യുന്നുണ്ട് ഡാരു. മമ്മിയോട് ഇരിപ്പുണ്ട്. ശബ്ദമൊക്കെ വെക്കാടാ. മമ്മി വെള്ളം കുടിക്കണ? ചുമയൊക്കെ മമ്മി ചൂടുവെള്ളം കുടിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല വഴുതനങ്ങ മെഴുക്കും പുരട്ടിയതുണ്ട്. ചാള തേങ്ങരച്ച കറിയുമാണ് മക്കളെ. പിന്നെ എല്ലാവരും പണിയിലുണ്ട്. ഞാനവിടെ അച്ചാറിന്റെ പണി, ഇവിടെയാണ് കുക്കിന്റെ പണി, ബഹളത്തിലാണ് ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത്. കേട്ടാ മമ്മി ഇവിടെ ഉണ്ട്. മമ്മിയുടെ എന്താ സ്പെഷ്യൽ? മമ്മീന്റെ സ്പെഷ്യൽ എന്നോട് എന്താ സ്പെഷ്യൽ? കറിയല്ല നിങ്ങൾക്ക് സ്ട്രോബെറി ജ്യൂസ് വേണോന്ന്. അപ്പൊ സ്ട്രോബെറി സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്ട്രോബെറി ജ്യൂസ് പിള്ളേർക്ക്. അപ്പൊ സ്ട്രോബെറി വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നലെ മമ്മി വാങ്ങിച്ചു കൊടുത്തേന്. ഞാൻ എന്റെ വീട്ടിൽ പോയപ്പോ അവിടെ ഫ്രൂട്ട്സ് വാങ്ങാൻ കയറിയപ്പോഴേ മമ്മി സ്ട്രോബെറി വാങ്ങിച്ചു കൊടുത്തു. സ്ട്രോബെറി വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ജ്യൂസ് അടിക്കാൻ. സ്ട്രോബെറി ജ്യൂസ് പോയിട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കി ക്ഷീണം മാറ്റാൻ സ്ട്രോബെറി ഇല്ല. ഡാൻസ് ഇല്ല. അപ്പൊ ധൃതി വിളിച്ചൊരു വ്ളോഗാണ് കേട്ടാ. കാരണം രണ്ടുപേരും വർക്കില്ല. എന്നാലും ഒരു വ്ളോഗ് കുറെ നാളെ ഇട്ടിട്ട് അതുകൊണ്ട് ഇടാനായിട്ട് ഒരു പരിശ്രമം. മതി. അല്ല ഇത് മതിയിലേന്ന്. ബാക്കി ഉച്ചക്ക് ഭക്ഷണം ആവുമ്പോൾ റെഡി ആകുമ്പോൾ നമുക്ക് നമ്മുടെ മെനു ഒക്കെ കാണിച്ചു. ഇന്നത്തെ സാധാരണ ഒരു ദിവസത്തെ മെനുകളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. അപ്പൊ സംഭവം റെഡി ആവട്ടെ. എല്ലാം പറയാനുണ്ടോ? പറഞ്ഞു. അപ്പൊ നമുക്ക് മെനു റെഡി ആകുമ്പോൾ മെനു ഇയാളുടെ വകയല്ല, നമ്മുടെ വകയല്ല. മീൻകറി എങ്ങനെയുണ്ട് അത് പറയൂ. മീൻകറി അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി മെനു റെഡി ആകുമ്പോൾ കാണിക്കാം. മീൻകറി നല്ല താളിച്ച മീൻകറിയാണ്. താളിച്ച മീൻകറി പൊക്കിയപ്പോ തന്നെ മണം വന്നു. എന്നാ കുടിക്കോ, കുടിച്ചോ. കൊതി നാളെ ഇങ്ങനെ ടേസ്റ്റിംഗ് ഒക്കെ ഇറക്കിയിട്ട് കൊള്ളാം. എന്തായാലും നമുക്ക് മെനു റെഡി ആകുമ്പോൾ കാണിച്ചു തരാം. അപ്പൊ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇതിലേക്ക് ഇഞ്ചി ഇടാമാണ്. നോക്കി നോട്ടേനാ എണ്ണ തെറിക്കും. എണ്ണീച്ചിട്ടുണ്ടെങ്കിലേ കപ്പലും കൂട്ടി നല്ല തിളച്ചിരിക്കുന്നതിന് സ്റ്റവ് ഓഫായി. നന്നായി. പുക കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. വേണം നന്നായിട്ട് തിളച്ചോണ്ടിരിക്കാന്. പേടിയാണ്. അപ്പൊ ഇളക്കണേണ്. അപ്പോൾ ഊണ് കഴിയാറാകുമ്പോൾ നമ്മുടെ കടുമാങ്ങ അച്ചാറിന് റെഡിയാവും. അപ്പൊ നമ്മുടെ ഫുഡിന്റെ മെനു ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. പച്ചവളക് ഇട്ടിട്ടുണ്ട്. ദിയുടെ വഴുതനങ്ങ ഓരോരുത്തർ റെഡി ആയിട്ടുണ്ട്. ദിയ ഒറ്റയ്ക്ക് ടേസ്റ്റ് ചെയ്യുന്ന റെഡി ആയിട്ടില്ല. ഇത് കുട്ടികൾക്കും മമ്മിക്കും വേണ്ടി എരിവില്ലാണ്ട് പച്ചമുളക് ഇട്ട് ശരിയാക്കി. ഇനി ഞാൻ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒന്ന് നീക്കിയിട്ട് ഇവിടെ ഇടിച്ചമുളക് എടുത്തിരി. ഓക്കെ ഓക്കെ ശരി ശരി. അപ്പൊ നമ്മള് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അവന് വേപ്പിലിടാമോ? വേപ്പിലിടാമോ? മുളകൊക്കെ നേരത്തെ ഇട്ടു. ഇനി നമുക്ക് വേപ്പില മാത്രം. വേപ്പില കിട്ടിയ മണമൊക്കെ അടിപൊളിയാണ്. നല്ല മണം കേട്ടോ ഗായ്സ്. വേപ്പിലയുടെ മണമൊക്കെ എണ്ണയിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആവും. റെഡിയായിട്ടുണ്ട്. നമുക്ക് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ പാക്ക് ചെയ്യാം. നല്ല സെറ്റപ്പാണ്. അപ്പോൾ മക്കളെ ഞങ്ങളുടെ കുണ്ടപ്പണികളെല്ലാം കഴിഞ്ഞു. എനിക്ക് അച്ചാറുണ്ടാക്കുന്ന കുണ്ടപ്പണി ഉണ്ടായിരുന്നു. നല്ലൊരു പണി. ഇളക്കിളക്കിലേക്ക് എൻ്റെ കൈ ഒരു പശുവായി. ഒരു പദം വരും. ഇതിനൊക്കെ ഒരു ഇത്തിരി കുറച്ച് കുറവുണ്ടെങ്കിൽ യൂട്യൂബൊക്കെ ഒന്ന് എവിടെയെങ്കിലും എത്തണം മേളിലേക്ക്. ഈ അടുക്കളയിൽ കുറെ പണികളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇത്തിരി ടയർഡായി. ഇവിടെ ഒന്ന് പണികള് അതിന്റെ ഇടയ്ക്ക് ഡാരുവിന്റെ ഡെനന്റെ ഒക്കെ തല്ലുപിടുത്തം ഒരു വഴിയാക്കി വെക്കണം. ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ ശേഷം ഇവിടെ ഒന്ന് കിടന്ന് ഇവിടെ കുറച്ചു നേരം റിലാക്സ് ചെയ്യും. പിന്നെ മൊബൈലിൽ കുറച്ചു നേരം കിടക്കും. ഇനി അത് കഴിഞ്ഞാൽ ചായ ഇടണം, പിള്ളേർക്ക് പാലുണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെ ഞങ്ങളുടെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോണത്. അപ്പൊ ഇന്നിപ്പോ ഇവിടെ കിടക്കുന്ന സമയത്ത് നമ്മുടെ കമന്റ്സ് നോക്കും, ആളുകളെ അതിന് റീപ്ലൈ കൊടുക്കും.
വീഡിയോസിന്റെ ഗ്രോത്ത് നോക്കും, അങ്ങനെ ഓരോ കാര്യങ്ങൾ വൈകിട്ട് ഒരു സ്കിറ്റ് എടുക്കണമെന്നുണ്ടല്ലേ. അങ്ങനെ ആഗ്രഹമുണ്ട്. അതിപ്പോ ഇതിന്റെ ഇടയിൽ നടക്കണം. അപ്പൊ അങ്ങനെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കിടന്നു. ദിയ ടയർഡായി, ഇവിടെ കിടന്നു നമുക്ക് ഒരു വ്ലോഗ് എടുക്കാമല്ലോ. ഇപ്പൊ തന്നെ എഴുന്നേക്കണം ചാടി. അപ്പൊ നിങ്ങളും അതുപോലെ വീട്ടിലൊക്കെ ഉള്ളപ്പോ വൈകിട്ട് കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും ഹസ്ബൻഡായിട്ട് റെസ്റ്റ് ഒക്കെ എടുക്കുക, റിലാക്സ് ചെയ്യാം. അടുത്ത പണി ഇനി ഉറങ്ങാനുള്ള ടൈമില്ലല്ലോ. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും ഇനി ഉറങ്ങണമെന്നുണ്ടെങ്കിൽ രാത്രി ഒരു 12 മണി 1 മണി ആവണം ഉറങ്ങണമെന്നുണ്ടെങ്കിൽ. എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അത് ഡ്രമ്മിലേക്ക് മാറ്റണം. ചൂടാറാൻ വെച്ചിട്ട് ഞാനും ഇത്തിരി ചൂടാറാൻ വേണ്ടി ഇവിടെ കിടക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് ഡ്രമ്മിലേക്ക് ആക്കി പകർത്തി മാറ്റണം. അത് കഴിഞ്ഞ് എന്റെ പാത്രങ്ങൾ എഴുതാനുണ്ടാവും. അപ്പൊ അതെല്ലാം കഴിയുമ്പോഴേക്കും ഒരു പരിവാവും. ഈ അച്ചാറിന്റെ പണി ഉണ്ടാവുമല്ലോ, ഇത് കഴിയുമ്പോഴേക്കും അത് കഴുകാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. ചെറുതൊക്കെ ആണെങ്കിൽ ഇത്തവിടെ കഴുകി വെച്ചിട്ട് പോകും. ഇതിപ്പോ എല്ലാ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇനി ഞങ്ങൾ കുറച്ചേരുടെ റെസ്റ്റ് എടുക്കട്ടെ. നമുക്ക് റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് റിലാക്സ് ഒക്കെ ചെയ്ത് കുണ്ടപ്പണിയുടെ ക്ഷീണമൊക്കെ മാറി കഴിയുമ്പോഴേക്കും അടുത്ത കുണ്ടപ്പണിക്കായിട്ട് റെഡിയാവും. ഇങ്ങനെ ഞങ്ങളുടെ ഓരോ ദിവസവും കടന്നു പോകും. ഇതിന്റെ ഇടയിലാണ് നമ്മൾ സ്കിറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ചു നേരം ചാഞ്ചാമ്പ. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ പയ്യെ വൈൻഡപ്പ് ചെയ്യാൻ. ഇതിന് ശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം എന്നതിന് ശേഷം കുറച്ച് അച്ചാറിന്റെ പണികളൊക്കെ ആയിട്ട് ഭയങ്കര എൻഗേജ് വ്ളോഗ് തന്നെ മറന്നുപോയി. ഇങ്ങനെ രാത്രി വൈൻഡപ്പ് ചെയ്തില്ല. അപ്പൊ ഞങ്ങള് വയ്യാത്തോണ്ട് തലവേനയൊക്കെ എടുത്തിരിക്കണായിരുന്നു. പിന്നെ എനിക്ക് ഇതിന് ശേഷം കുറച്ചേരത്തെ അച്ചാറുണ്ട് കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ചു നേരത്തെ വന്നൂല്ലോ. ഡാരൂസൊക്കെ കിടക്കാൻ, ചപ്പാത്തിയും കഴിച്ച് ഡാരൂസൊക്കെ അവിടെ കിടക്കാതിരിക്കാണ്. അപ്പൊ നമുക്ക് അടുത്ത ഒരു അടിപൊളി വ്ലോഗുമായിട്ട് വരാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ ബൈ.